ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലെ ഫിഷുകളെ ഒന്ന് കാണിക്കാം. ഞാനിവിടെ കുറച്ച് ഫിഷുകളെ വളർത്തുന്നുണ്ട്. അത് തീറ്റ ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് വന്ന് കഴിക്കുള്ളൂ. ഇത് നമ്മുടെ ഓസ്കാർ ഫിഷാണ്. മേടിച്ചപ്പം ചെറുതായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. എന്ത് കൊടുത്താലും കഴിക്കുന്ന ഫിഷുകളാണ്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മളിവരുടെ വെള്ളം നല്ല ക്ലീനാക്കി വെക്കണം. ഈ ഇവിടെ കണ്ടില്ലേ, എയർ ഫിൽട്രേഷൻ, ഇതൊക്കെ ക്ലീനാക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഒരു മാസത്തിലൊന്നൊക്കെ എയർ ഫിൽട്രേഷൻ ഒന്ന് ചേഞ്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കണം. ഇനി മറ്റൊരു ഫിഷ് നമ്മുടെ ഉള്ളത് ഒരു തായ്ലൻഡുകാരൻ വരാലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവർക്കൊരു സെപ്പറേറ്റ് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് വീട്ടിലുള്ള പെറ്റ്സ് എന്ന് പറയാൻ. അല്ലാതെ മറ്റ് കോഴി, താറാവ്, അങ്ങനെ ഡോഗ്സ് അങ്ങനെ ഒന്നും ഇല്ല. കാരണം ഇവിടെ ആർക്കും അതൊന്നും ഇഷ്ടമല്ല. ഞാൻ ഇവർക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു പെല്ലറ്റാണ്. ഇത് എടുക്കാൻ പറ്റുന്നില്ല ഒരു കൈ കൊണ്ട്. ഓക്കെ, നമുക്ക് ഇവൻ വെള്ളം ഇന്ന് മാറ്റി കൊടുത്താണ്. സാധാരണ പെട്ടെന്ന് വന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ചെറുതായിരുന്നു, മേടിച്ചപ്പോൾ വളരെ ചെറുതായിരുന്നു. ഇവൻ ഞാൻ കഴിക്കുന്നു, എന്ത് കൊടുത്താലും കഴിക്കും. അങ്ങനത്തെ ഒരു ഫിഷാണിത്. ചോറും, നമ്മുടെ ചോറും, അതുപോലെ ചക്ക, നമുക്ക് ഈ ചക്കയുടെ കഷ്ണമില്ല, ഈ അതുപോലും കഴിക്കുന്ന ഫിഷാണ്. എല്ലാം കഴിക്കുന്ന ഫിഷാണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈയും വെട്ടിക്കൊണ്ട് പോകും. അങ്ങനത്തെ നമ്മുടെ സാധാരണ നാടൻ വരാലിന്റെ വേറൊരു ടൈപ്പാണ്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഫിഷിനെ ഞാൻ പുറത്ത് ഇട്ടിട്ടുണ്ട്. പുറത്ത് 2 കാണിച്ചു തരാം. ഇതാണ്, ഇതിനകത്ത് ജസ്റ്റ് പുറത്ത് വെച്ചിരിക്കുന്ന ഫിഷാണ്. നല്ല വഴുക്കലുണ്ട്, മഴയൊക്കെ പെയ്തിട്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് 2 പെല്ലറ്റ് കൊടുത്ത് കഴിക്കാൻ വരുന്നതാണ്. അതിൻ്റെ ഉള്ളിലാണ് ആളുള്ളത്. രാവിലെ തീറ്റ കൊടുത്തോണ്ടാന്ന് തോന്നുന്നു, വലിയൊരു അനക്കില്ല. ആള് വരുന്നതായിട്ട് കാണുന്നില്ല, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അവിടെ ഉണ്ട് ആള്, കണ്ടില്ലേ? കണ്ടിട്ടില്ല, തിരിഞ്ഞ് കിടക്കുക. മേടിച്ചപ്പോൾ ചെറിയ ഫിഷായിരുന്നു.